ചില ഭക്ഷണശീലങ്ങൾ ക്യാൻസറിന് കാരണമായേക്കാം. എന്നാൽ ആഹാരത്തിലെ ചില ഘടകങ്ങൾ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് എന്ന് ലോകം തന്നെ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കടുത്ത പനി എന്നത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായി പറയാമെങ്കിലും നമുക്കറിയാം, ഇന്ന് ഡെങ്കിപ്പനി, എലിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, ഇനിയിപ്പം പട്ടിയുടെയും പൂച്ചയുടെയും പേരിൽ മാത്രമേ ഉള്ളൂ പനി ഇല്ലാത്തത്. കാരണം അതുങ്ങളെങ്കിലും രക്ഷപ്പെട്ടതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു കടുത്ത പനി എന്നത് ക്യാൻസറിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാൻ വേണ്ടി കഴിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ സൂചിപ്പിക്കപ്പെടാറുണ്ട്, വയറിൽ എന്തെങ്കിലും മുഴകൾ എന്ന് സംശയിച്ച് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അൾസറിൻ്റേതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെർണിയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാകാം. എങ്കിലും കൃത്യമായ ഒരു ലക്ഷണം നമുക്ക് അതിൽ ക്യാൻസറിൻ്റേതായി സൂചിപ്പിക്കാൻ കഴിയില്ല. ലക്ഷണങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ക്യാൻസർ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലാതെയാകാം. കാരണം ഒരേ ലക്ഷണങ്ങൾ തന്നെ പല രോഗങ്ങൾക്കും വരുന്നതിനാൽ തന്നെ ഒരു സ്ഥിരീകരണം അത് സംബന്ധിച്ച് ഇതുവരെ പല പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടും നമുക്ക് ആ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമായി ചിന്തിച്ചു തുടങ്ങുന്ന സമയത്തായിരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുന്നത്. ശരീരം കോശനിർമ്മിതമാണ്. ആ ശരീരത്തിലെ കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ശരിക്കും ക്യാൻസർ എന്ന രോഗം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ എവിടെയായി മുഴകൾ വളർന്നു വന്ന് അത് ഭീമാകാരമായ രീതിയിൽ, ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ അത് വളർന്ന് വികസിച്ച് വരുന്നതാണ് ഈ ക്യാൻസർ എന്ന രോഗത്തിൻ്റെ കാരണം എന്നത്. അപ്പോൾ നമുക്കറിയാം, പനി പോലെയാണ് ക്യാൻസർ പടർന്ന് പിടിക്കുന്നത് എന്ന് നമുക്കറിയാം. മറ്റ് പോംവഴികളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചില ആഹാരശീലങ്ങളിൽ ചില വ്യതിയാനങ്ങൾ വരുത്തി. കാരണം ഇതൊരു ജീവിത ശൈലി രോഗം തന്നെയാണ് ക്യാൻസർ എന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആഹാരശീലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ഇതിനെ കൃത്യമായി പ്രതിരോധിച്ച് നിർത്താം ക്യാൻസറിനെ. അപ്പോൾ ഈ ആഹാരശീലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായി ഏറ്റവും കൂടുതൽ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ് അന്നജം, അതായത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയും. ആ കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പലർക്കും പേടിയാണ്. കാരണം പ്രത്യേകിച്ചും ഷുഗർ പേഷ്യൻ്റൊക്കെ വളരെ പേടിയാണ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്, അതായത് അരി, ഗോതമ്പ് എന്നിവയാണ് പ്രധാനമായിട്ടും കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം അടങ്ങിയിട്ടുള്ള ആഹാരശീലങ്ങൾ. ഇതിൽ നമുക്കറിയാം, അരി എന്നത് തവിട് കളയാത്ത അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഗോതമ്പ് ആയാലും അങ്ങനെയുണ്ട്. കാരണം അരിമണിയെ അല്ലെങ്കിൽ ഗോതമ്പ് മണിയെ അതിനെ സംരക്ഷിച്ച് നിൽക്കുന്ന പുറംതോടാണ് അതിൻ്റെ ആ തവിട് എന്നത്, അല്ലെങ്കിൽ ഉമി എന്നത്. അപ്പോൾ അതിനെ ഗോതമ്പ് മണിക്ക് എങ്ങനെയാണോ അതിൻ്റെ കവറേജ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഈ തവിടിന് കഴിയും എന്നുള്ളതാണ് വസ്തുത. അതായത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ നാരുള്ള ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇതിനുള്ള പ്രധാന പോംവഴി. കൂടുതൽ നാരുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനപ്രക്രിയ കൃത്യമായി നടക്കുകയും അതിലൂടെ കൃത്യമായ വിസർജനം, മലം കൃത്യമായി വിസർജിച്ച് ശരീരത്തിൽ എന്തെങ്കിലും ടോക്സിൻസ്, അതായത് കാർസിനോജനുകളുടെ വളർച്ച ആണ് ഒരു പരിധിവരെ ക്യാൻസർ കോശങ്ങൾ വളരാനുള്ള സാധ്യത കൂടുന്നത്. അതുകൊണ്ട് കാർസിനോജനുകളുടെ വളർച്ചയെ തടയാനും ഒരു പരിധിവരെ ഈ നാരുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ നാരുള്ള ഭക്ഷണം കൂടുതലായി കഴിക്കുന്നതിലൂടെ നമുക്ക് ഇതിനെ ഒരു പരിധിവരെ ചേർത്ത് നിർത്താൻ കഴിയും. സൂചിപ്പിച്ചതുപോലെ ഒരു ഗോതമ്പ് മണിയെ അതിൻ്റെ പുറന്തോട് എങ്ങനെയാണോ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പോലീസ് സേന പോലെ ആ പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ നൽകാൻ വേണ്ടി ആ അരി, തവിടോടെ അല്ലെങ്കിൽ ഗോതമ്പ് മണി നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുള്ള യഥാർത്ഥ പോംവഴി എന്നുള്ളത്. ഇനി നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഘടകമാണ് മാംസ്യം എന്നത്. മാംസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ പച്ചക്കറികളിലൂടെ, അതായത് ചെറുപയർ,
കടല, അതുപോലെ തന്നെ സോയാബീൻ, കോളിഫ്ലവർ ഇത് തുടങ്ങിയവയെല്ലാം തന്നെ മാംസ്യ ഘടകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ പ്രത്യേകിച്ചും നമ്മൾ ഈ ഇലക്കറികൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് മുരിങ്ങയിലയായാലും മത്തൻ്റെ ഇലയായാലും കുമ്പളത്തിൻ്റെ ഇലയായാലും അങ്ങനെ ഏത് ഇലയായാലും നമുക്ക് ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ആവശ്യമായ നാരുള്ള ഭക്ഷണം കിട്ടുകയും അതുപോലെ മാംസ്യത്തിൻ്റെ ഘടകം നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ചെറുപയറായാലും വൻപയറായാലും അതുപോലെ തന്നെ കടല, കോളിഫ്ലവർ, സോയാബീൻ എന്നിവ മാംസ്യഘടകങ്ങൾ ധാരാളമായി ശരീരത്തിൽ ലഭിക്കുന്ന ഭക്ഷണ വസ്തുക്കളാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ജന്തുക്കളുടെയും മറ്റും മാംസ്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യമൃഗാദികളുടെയും മറ്റും മാംസ്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്നതിലൂടെ തന്നെ വേവിക്കാത്ത ചില മാംസ്യഘടകങ്ങൾ നമ്മൾ ഭക്ഷിക്കുന്നതിലൂടെയും നമുക്ക് ഒരുപക്ഷെ ഈ ക്യാൻസർ കോശങ്ങൾ വളരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ചില പഠന ഗവേഷണങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് പ്രോട്ടീൻ അഥവാ കൊഴുപ്പാണ് ശരീരത്തിൽ വേണ്ടത്. ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 3 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണകളോ ഉപയോഗിക്കുന്നത് തെറ്റില്ല. ആ 3 ടീസ്പൂൺ എന്ന അളവിൽ തന്നെ നമുക്ക് നിലനിർത്താൻ വേണ്ടി കഴിയും. ഇനി ഇപ്പോൾ ചിലർ ഈ മീൻ പൊരിച്ച എണ്ണ കൊണ്ട് തന്നെ പപ്പടം കാച്ചി ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ചീത്ത കൊളസ്ട്രോളിനെ ശരീരത്തിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചീത്ത കൊളസ്ട്രോൾ എന്താണ്, HDL എന്താണ്, LDL എന്താണെന്ന് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം ഇവിടെ പരാമർശിക്കുന്നില്ല. അത് കാണാത്തവർ ആ വീഡിയോ കൃത്യമായി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമ്മൾ ഒഴിവാക്കേണ്ട ചില ഭക്ഷണ ശീലങ്ങളുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്, ചില അമ്മമാർ ചെയ്യുന്ന പണികളാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക് ആണ് ഈ കുട്ടികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ ധാരാളമായി കാഡ്മിയത്തിൻ്റെ അംശമൊക്കെ, കോള, പെപ്സി തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്കുകളിൽ തന്നെ ഈ കാഡ്മിയത്തിൻ്റെ അളവൊക്കെ ധാരാളമായി കണ്ടുവരുന്നത്. കാഡ്മിയം ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു വസ്തുവാണ് കാഡ്മിയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക് ഉപയോഗിക്കുന്നത് വളരെയധികം കുറച്ച് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്, ടിൻ ഫുഡ്, അതുപോലെ തന്നെ കൂടുതൽ ബേക്കറി പലഹാരങ്ങൾ നമുക്കറിയാം, കൂടുതൽ കഠിനമായ മധുരമുള്ള ചില ഭക്ഷണശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുകകൂടി ചെയ്യേണ്ടതാണ്. വേറൊരു കാര്യം പറയാനുള്ളത്, ക്യാൻസർ ബാധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു റിക്കവറി സാധ്യമല്ലെങ്കിലും വളരെ ക്രമേണ ഒരു ഡയറ്റ് ശീലിച്ചു കഴിഞ്ഞാൽ അത് ചില സമയങ്ങളിൽ ചിലർക്കെങ്കിലും അത് ഉപകാരപ്പെടാം. അതായത് ഒരു 18 മണിക്കൂറൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ഡയറ്റ് ഒഴിവാക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ, അതായത് ക്യാൻസർ ഞാൻ മുമ്പ് സൂചിപ്പിച്ചാൽ കോശങ്ങളുടെ അമിതമായ വളർച്ചയാണ്, അനിയന്ത്രിതമായ വളർച്ചയാണ്. ആ വളർച്ചയ്ക്ക് ഒതുങ്ങുന്ന അവർക്ക് കിട്ടുന്ന ആ ആഹാരങ്ങൾ അതായത് ഈ കോശ വളർച്ചയെ തടയാനുള്ള ആഹാരങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവർ ക്രമേണ ക്യാൻസർ കോശങ്ങൾ ക്രമേണ നശിച്ച് ഇല്ലാതാവുകയും അതിൽ നിന്നൊരു റിക്കവറി സാധ്യമാവുകയും ചെയ്യുന്നതായിട്ടും ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയുമാണ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് ജീവിതശൈലി രോഗം എന്നുള്ള രീതിയിൽ ആഹാരത്തിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന ചില ശീലങ്ങൾ എന്നുള്ളത്. ഇത്രയുമാണ് ഈ വീഡിയോ ഭാഗത്ത് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.